നശിച്ച ഈ അലാറം മനുഷ്യരെ ഉറങ്ങാനും സമ്മതിക്കില്ല. അത്ര പെട്ടെന്ന് നേരം കൊടുത്തോ. ടൈം എത്രയായി? 8 മണിയോ? ഇത്രയും നേരം ഞാൻ കിടന്നറിഞ്ഞോ? ഛേ, എന്നാലോ ബദ്രിക എന്നെ വിളിക്കായിരുന്നു. ബദ്രി അവനെവിടെ? അവനെവിടെയൊന്നും കാണുന്നില്ലല്ലോ. ബദ്രി ബദ്രി ബദ്രി. ഛേ, കള്ളപ്പന്നി എന്നെ വിളിക്കാതെ കോളേജിൽ പോയെന്ന് തോന്നുന്നു. ഒന്നുമില്ലെങ്കിലും അവന്റെ റൂംമേറ്റ് അല്ല ഞാൻ. ആ ഒരു ബന്ധത്തിന്റെ പുറത്തെങ്കിലും അവൻ എന്നെ ഒന്ന് വിളിച്ച് ഉണർത്താമായിരുന്നു. അല്ലെങ്കിലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവനൊരു സൈക്കോ ആണെന്ന് എനിക്ക് തോന്നുന്നേ. അവൻ എന്താ ചെയ്യാ, എന്താ പറയാന്ന് അവന് തന്നെ അറിയില്ല. അത് പറഞ്ഞപ്പോഴാ, എന്നാലും ഇന്നലെ രാത്രി അവൻ ആരോ വിളിച്ചിരുന്നല്ലോ. അതിപ്പോ ആരായിരിക്കും? ഛേ, ആലോചിച്ച് കിടന്നുറങ്ങാൻ ലേറ്റായി. അതാണിപ്പോ ഞാൻ എണീക്കാനും ലേറ്റായത്. എന്തേലും ആവട്ടെ, ഇനി അതിനെപ്പറ്റി പിന്നെ ആലോചിക്കുക. ഇപ്പോഴാണെങ്കിൽ നേരമില്ല. വേഗം പോയി കുളിച്ച് ഫ്രഷായി കോളേജിലേക്ക് പോവാ. ഫസ്റ്റ് ഡേ തന്നെ ലേറ്റ് ആവാതിരുന്നാ മതിയായിരുന്നു. എന്റെ പൊന്നു ദൈവമേ, എന്തു വലിയ കോളേജ് അത്! ഇതില് എന്റെ ക്ലാസ് എവിടെയായിരിക്കും? എങ്ങോട്ടാ ഒന്ന് പോവോ? ആ സൈഡിലേക്ക് പോണോ ഈ സൈഡിലേക്ക് പോണോ? വല്ലാത്തൊരു പെടലാണ് പെട്ടത്. അറ്റ്ലീസ്റ്റ് ആ ഭദ്രെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ക്ലാസ് കണ്ടുപിടിക്കാൻ ഒരു ഹെൽപ്പെങ്കിലായിരുന്നു. ഒന്നില്ലെങ്കിലും ഒരാള് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അത്രയൊരു സമാധാനല്ലേ. ഇതിപ്പോ ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് തപ്പണല്ലോ, എന്റെ ദൈവമേ. ഹേയ് മച്ചാ, ഞാൻ കാർത്തിക്. ഞാൻ ഫസ്റ്റ് ഇയറാ. ഞാൻ എന്റെ ക്ലാസ് തപ്പി നടക്കായിരുന്നു. താൻ ഫസ്റ്റ് ഇയർ ആണോ? ഹോ, താങ്ക് ഗോഡ്. അപ്പൊ താനും ഫസ്റ്റ് ഇയർ ആലേ? ഞാനും അതെ. ഞാന് എങ്ങനെ ക്ലാസ് കണ്ടുപിടിക്കുന്ന ആലോചിച്ച് വിഷം വെച്ചിരിക്കുകയായിരുന്നു. എന്തായാലും ഇപ്പൊ എനിക്കിത് സമാധാനായി. ക്ലാസ് കണ്ടുപിടിക്കാൻ താനും കൂടെ ഉണ്ടാവുമല്ലോ. എനിവേ, എന്റെ പേര് അദ്വിക്. ഹോ, നൈസ് നെയിം അദ്വിക്. ഞാൻ എന്തായാലും താൻ ഷോർട്ട് ആക്കിയിട്ട് അദ്വിന്ന് വിളിക്കാം. പിന്നെ അദ്വി, ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് തന്നെയാണ്. സോ നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയാലോ? പിന്നെന്താ, നമുക്കിനി മുതൽ നല്ല ഫ്രണ്ട്സ് ആയിട്ടിരിക്കാം. ബെസ്റ്റ് ഫ്രണ്ട്സ് ഫോർ എവർ. എന്താ അതുപോലെ? എന്നാ പിന്നെ നമുക്ക് ഐശ്വര്യമായിട്ട് ആദ്യം ക്യാൻറ്റീനിലേക്ക് തന്നെ പോവാം. എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട്. രാവിലെ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ആദ്യം നമുക്ക് ക്യാൻറ്റീൻ എവിടെയാന്ന് കണ്ടുപിടിച്ച് അവിടുന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് സമാധാനത്തിൽ ക്ലാസ് തപ്പി നടക്കാം. എന്തായാലും ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ക്ലാസ് ഒന്നും ആരും എടുക്കാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് നമുക്ക് ഐശ്വര്യമായിട്ട് ക്യാൻറ്റീൻ കണ്ടുപിടിക്കാം. വാ. ഓക്കെ അദ്വി, എന്നാ നമുക്ക് ആദ്യം ക്യാൻറ്റീനിലേക്ക് തന്നെ പോവാം. എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ആ ഭാഗത്തായിരിക്കും ക്യാൻറ്റീൻ. കാരണം ഈ ഭാഗം ഫുള്ള് ഞാൻ തപ്പി നടന്നേ, അവിടെയൊന്നും ക്യാൻറ്റീൻ കണ്ടിട്ടില്ല. സോ അവിടെ തന്നെ ആയിരിക്കണം.
ബേബി. ബദ്രി അപ്പൊ സിംഗിൾ അല്ലേ? ബദ്രിക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോ? ഈ നേരത്തെ അവന്റെ ഗേൾ ഫ്രണ്ട്? ഹേയ് ബദ്രി, ഇതെങ്ങോട്ടായി പോകുന്നത്? ഒന്ന് നിൽക്കുന്നേ, എന്തത്ര ധൃതി? ഞാൻ ഇന്നലെ നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചു, നീ എന്താ എന്റെ കോൾ എടുക്കാഞ്ഞേ? ഓ പണ്ടാറടങ്ങ്, ഇത് എത്ര ചെയ്തിട്ട് അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ. അല്ലെങ്കിലും കോളേജിലെ ഫസ്റ്റ് ഡേ ആണ് എന്റെ. ഇപ്പൊ ക്ലാസ് തുടങ്ങിയിട്ട് ഒരാഴ്ചയായി. ആ ഒരാഴ്ചയിൽ അവർ പഠിപ്പിച്ച എന്താന്ന് എനിക്ക് എങ്ങനെ അറിയാനാ? എന്റെ നോട്ട്സ് പോലും കംപ്ലീറ്റ് അല്ല. എന്നോട് ഈ വർക്ക് ചെയ്യാൻ പറഞ്ഞ് ഞാൻ എങ്ങനെ ചെയ്തു തരാനാ? എനിക്ക് ഈ ചാപ്റ്ററിന്റെ ABC പോലും അറിയില്ല. അത് പറഞ്ഞിട്ടാണ് ഈ ടീച്ചർക്ക് മനസ്സിലാവുന്നില്ല. ഇനി ഇത് ചെയ്യാതെ നാളെ ക്ലാസ് കേട്ടില്ല പോലും. ഞാൻ എങ്ങനെ ചെയ്യാനത്? ഇനി വല്ല ജെമിനിയോട് ചോദിക്കേണ്ടി വരുമോ? എന്റെ ദൈവമേ. എന്താടാ നിന്റെ മുഖത്തൊരു വൈദ്യവ്യം? ഞാൻ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുക. ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്നു, എന്തൊക്കെയോ കോപ്രായങ്ങൾ ചെയ്യുന്നു, ബുക്ക് കുറെ മറച്ചിടുന്നു, കുറെ തലകുത്താൻ വെക്കുന്നു. കാര്യം എന്താ? അത് പിന്നെ വേറൊന്നുമല്ല, ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഞാനില്ലായിരുന്നല്ലോ. എന്റെ ഫസ്റ്റ് ഡേ ഇന്നായിരുന്നല്ലോ. എന്നോട് ഇത് സോൾവ് ചെയ്ത് വരാൻ പറഞ്ഞാൽ ഞാൻ എങ്ങനെ സോൾവ് ചെയ്യാനാ? ഞാൻ വന്നപ്പോ മുതൽ ഇതിന്റെ പുറകെ. എനിക്കാണെങ്കിൽ ഇത് ചോദിക്കാനായിട്ട് ആരെയും പരിചയമില്ല. ആകെയുള്ളത് കാർത്തിയ, അവന്റെയും ഫസ്റ്റ് ഡേ ആണ്. അതുകൊണ്ട് അവനോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഇനിയിപ്പോ ഇത് ഞാൻ ആരോട് ചോദിച്ച് എങ്ങനെ കംപ്ലീറ്റ് ആക്കാനാ? ഓ അപ്പൊ അതാണോ കാര്യം? അത് സിമ്പിൾ അല്ലേ, ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നു. സോ പിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാം. ശരിക്കും ഇത് ബദ്രി തന്നെയാണോ പറയുന്നത്? ഇവരുടെ പേര് ബദ്രി എന്നല്ല, ശരിക്കും അന്യെന്ന് ഇടണമായിരുന്നു. അന്യനെ പോലെ തന്നെ ക്യാരക്ടർ. ഇന്നലെ വന്നപ്പോ എന്തൊക്കെയായിരുന്നു അവന്റെ സാധനങ്ങളൊന്നും തൊടരുത്, അതാക്കരുത്, ഇതാക്കരുത്, റൂമിൽ സൗണ്ട് ഉണ്ടാക്കരുത്, മറ്റേത് മറിച്ചത്, അവന്റെ കോൺസെൻട്രേഷൻ കളയരുത്, അങ്ങനെ ഇങ്ങനെ ഒരു പേര് ചോദിച്ചപ്പോ അത് പറഞ്ഞതല്ല. എത്രയോ കഴിഞ്ഞിട്ട് അത്രയും ചാടിട്ട് ഇറക്കിയിട്ട് എന്നിട്ട് ഇപ്പൊ നോക്ക്, ഞാൻ അങ്ങോട്ട് ഹെൽപ്പ് ചോദിക്കാതെ തന്നെ ഇങ്ങോട്ട് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നു. ഇവനെ എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. ഇനിയിപ്പൊ എന്തായാലും ഇങ്ങോട്ട് പറഞ്ഞ സ്ഥിതിക്ക് എതിർക്കാനൊന്നും നിൽക്കണ്ട. തൽക്കാലം ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് ഇവന്നെ പറഞ്ഞിട്ടെ. നോക്ക്, ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞിരുള്ളൂ, ശ്രദ്ധിച്ചിരുന്നു. ഓക്കെ ബദ്രി, താങ്ക് യു സോ മച്ച്. ബദ്രി പറഞ്ഞോളൂ, ഞാൻ ശ്രദ്ധിച്ചിരുന്നോളാം. रब्बावे रब्बावे ओ रब्बावे रब्बावे
കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ഇത് വളരെ സിമ്പിളാണ്. ഇതേപോലെ ബാക്കി ചെയ്തോ. പിന്നെ എന്തെങ്കിലും ഡൗട്ടിലേക്ക് ചോദിച്ചാൽ മതി. ഞാൻ പറഞ്ഞത്. ഓക്കെ, ബാക്കി ഞാൻ ചെയ്തോളാം. എനിക്കെല്ലാം മനസ്സിലായി. എനിവേ, താങ്ക് യു സോ മച്ച് ബദ്രി. താങ്ക്സ് എ ലോട്ട്. താൻ കാരണം എനിക്കിപ്പോൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റി. സോ ഐ എം സോ ഹാപ്പി. എന്നാൽ ബദ്രി പോയിക്കോളൂ, ബാക്കി ഞാൻ ചെയ്തോളാം. ഇവൻ ഇതുവരെ ഉറങ്ങിയില്ലേ? നേരൊരുപാടായല്ലോ. എന്തോ കുത്തിക്കുറിക്കുന്നുണ്ട്. എന്താണോ എന്തോ. ഇനിയിപ്പോ പഠിക്കുകയാണോ? ആ ബുക്ക് കണ്ടിട്ട് പഠിക്കുന്ന ബുക്കല്ലല്ലോ, ഒരുമാതിരി പേഴ്സണൽ ഡയറി പോലുണ്ട്. പക്ഷേ ഇപ്പം ഈ നട്ടപ്പാതിരക്ക് ഇവൻ എന്തായിരിക്കും അതിൽ ചെയ്യുന്നേ? എങ്ങനെയൊന്നും അറിയാം. ഇവിടുന്ന് തന്നെ നോക്കാതാ നല്ലത്. എടുത്തു പോയി നോക്കി കഴിഞ്ഞാൽ പിന്നെ അവന്റെ വായിലിരിക്കുന്ന കൊള്ളു ഞാൻ കേൾക്കേണ്ടി വരും. പുല്ല് കാണുന്നുമില്ല. എന്താ അവനാ ഇതിൽ എഴുതുന്നേ? ഇവൻ ഉറങ്ങാതെ ഇങ്ങോട്ട് തന്നെ നോക്കിയിരിക്കുകയാണല്ലോ. ഇനിയും ഇത് തുറന്നു വെച്ചിരിക്കുന്നത് ശരിയല്ല. എത്രയും പെട്ടെന്ന് ഈ ബുക്ക് അടച്ചു വയ്ക്കുക. അതപ്പോൾ എനിക്കും എല്ലാവർക്കും നല്ലത്. They call no, not even him.